ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു നൈറ്റ് വ്ളോഗാണ് എടുക്കുന്നത്. അപ്പം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ മാർക്കറ്റിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയത് കുറച്ച് കട്ടി കൂടിപ്പോയിട്ടോ. ഓക്കളൊക്കെ കിട്ടുന്നുണ്ട്. തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ടേ. അപ്പോൾ ഞങ്ങൾ രുചീനെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പണിയില്ലാതിരിക്കുമെന്നല്ല, പണിയുണ്ട്. ഇപ്പൊ രുചി വന്നു. ഇതിപ്പോ ചോറ് കിട്ടി കൂടിയേ അല്ല, വെള്ളം ഒഴിക്കാം അപ്പൊ ഉടഞ്ഞോളൂ. ഇപ്പൊ രുചി രാവിലെ ഉണ്ടാക്കിയ ചോറ് തണുത്ത് പോയി. എനിക്ക് തണുപ്പിന്റെ തട്ടപ്പോൾ അവനത് ഇത് ചെയ്യുകയാണ്. അപ്പൊ ഇതിൻ്റെ അകത്താണ് നമ്മൾ ചോറ് വറുത്ത് വെക്കുന്നത്. അടിച്ചു വെക്കും. രാവിലത്തെ കട്ടൻ ചായ, കടലക്കറി ഉണ്ടാക്കിയത് അത് വെച്ചിട്ടുണ്ട്. അച്ചാറ്, മാങ്ങച്ചാറ്. ഇത് രാവിലെ കുടിക്കാൻ വേണ്ടി പഴങ്കഞ്ഞി ഞാൻ റെഡിയാക്കി വെച്ചേട്ടെ. അപ്പം ഞാനും ദ്രിജിത്ത് ചെറിയൊരു വഴക്ക് കൂടിയ കാരണം ഞാൻ കഴിക്കാതെ പോയതാണ്. അപ്പം ദ്രിജിത്ത് ചോറടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്തൊരു പറയാനുണ്ടോ? എന്ത് പറയാൻ, രാവിലെ വഴക്കൂടിയ കാരണം ഇതാ ഇങ്ങോട്ട് പോയി. അവൻ അവിടെ ചോറ് ചൂടാക്കണ പരിപാടി, അങ്ങനത്തെ പരിപാടി ഞാൻ വീഡിയോ എടുക്കുവാന്നല്ല, എനിക്ക് പരിപാടിയുണ്ട്. അപ്പം ഞങ്ങൾ പോയിട്ട് വന്നിട്ട് മേടിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ കുറച്ച് പഴം മേടിച്ചു, കുറച്ച് മുളക് പൊടി മേടിച്ചു. ഞങ്ങൾ തൂക്കി മേടിക്കുക കേട്ടോ ചെയ്യുന്ന, പാക്കറ്റ് മേടിക്കുകയില്ല. പിന്നെ കുറച്ച് വറ്റൽമുളക് മേടിച്ചു. രുചിക്ക് ഈന്തപ്പഴം വേണമെന്ന്, അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് ഈന്തപ്പഴവും മേടിച്ചു. പിന്നെ ഞങ്ങൾ ബാക്കി മേടിച്ച സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണ്. കാണിച്ചു തരാം കേട്ടോ, തുറക്കട്ടെ. ഏത്തക്കയാണോ റോസ്റ്റാണോ? കായ മേടിച്ചു, വാഴയ്ക്ക മേടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വാഴയ്ക്ക മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒലത്ത രുചിക്ക് പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇച്ചിരി മീൻകറി, നമുക്ക് മീനില്ലാതെ ഏത്തക്കയായിട്ട് മീൻകറി ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഒലത്ത് നിനക്ക് വാഴയ്ക്കായിട്ട് ഒലത്ത് ഇഷ്ടമല്ല, നീ കഴിക്കില്ലല്ലോ. മത്തൻ മേടിച്ചു, പക്ഷെ വൻപയറില്ല, അതാണ് രസം. നീ വേറെ കേക്കുവേ? വാഴക്കേക്കോ? അവരുടെ നളത്തിൽ ഒലുത്തെന്ന് പറഞ്ഞാൽ വേറെയാണോ എനിക്കറിയില്ല. പിന്നെ കുറച്ച് ചുവന്നുള്ളി മേടിച്ച്, ചുവന്നുള്ളി അല്ല, സബോളയുടെ കുഞ്ഞാണ്. അപ്പം ഞാൻ പറഞ്ഞ നമുക്ക് ഒലുത്തിനൊക്കെ ഇടുമ്പോൾ ഇത് ഉപയോഗിക്കാമല്ലോ. അത് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, അത് കാരണം തുറന്നെടുക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് തക്കാളി മേടിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് ഒന്നും കെട്ടാതെ എൻ്റെ ഉള്ളിലേക്ക് അങ്ങ് എടുത്തിട്ടത്. ഇത് അത് രുചിയുടെ കൊണ്ട് വയലേക്ക് ഇടിയിച്ചാളെ കുഴപ്പം. നീ ഇതെന്നാ ഒന്നും കെട്ടാതെ അങ്ങ് സഞ്ചോട് കൂടി അങ്ങ് ഇട്ടു അല്ലത്തേക്ക്. കിഴങ്ങ് എന്റെ പുറത്തല്ലായിരുന്നു ബാഗ്, നീ എല്ലാം ഇട്ടോണ്ടിരുന്നേ. കിഴങ്ങ് സവാളൊക്കെ മേടിച്ചപ്പോ എന്റെ പുറത്തായിരുന്നു ബാഗ്, നീ ഇട്ടോണ്ടിരുന്നത്. അപ്പൊ നീ എന്നാ അങ്ങനെ ഇട്ടത്? പിന്നെ കുറച്ച് ചിക്കൻ മേടിച്ചു. ഇത് 2 കവറിൽ ഇട്ടു, അതായിട്ട് ഇങ്ങനെയൊക്കെ വെച്ചേ. പിന്നെ ഞാൻ വെച്ചാൽ നമുക്ക് 1-ാം തീയതി തൊട്ട് നോമ്പ് തുടങ്ങും, 25 നോമ്പ് തുടങ്ങും. അപ്പം അത് കാരണം നമ്മളിപ്പോൾ ചിക്കൻ മേടിച്ചാൽ രുചിക്ക് നോമ്പില്ല, എനിക്കുള്ളൂ. പിന്നെ ഇത് മേടിച്ചു, ബ്ലൂടൂത്ത് സ്പീക്കർ. അവർ 250 പറഞ്ഞു, 200 രൂപയ്ക്ക് മേടിച്ചു. കാരണം നമ്മൾ ഇതിന് മുമ്പ് മേടിച്ചത് ഞാൻ വീട്ടിൽ വെച്ചിട്ട് വന്നാൽ 200 ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 250 പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ലല്ലോ. പക്ഷെ പ്രശ്നം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചാർജർ ഇല്ല. ചാർജറിന് നമ്മുടെ ഫോണിൻ്റെ ചാർജർ ഉപയോഗിക്കേണ്ടി വരും.
ഓണാക്കട്ടെ കേട്ടോ. Welcome to MC Music World. The Bluetooth device is ready to pair. ഇനി ഞാൻ രാവിലെ പാട്ടൊക്കെ വയ്ക്കേണ്ടത്. ചാർജ് കുത്തിയിട്ടുണ്ട്, ചാർജർ മേടിച്ചിട്ടില്ല. അപ്പം നമുക്ക് ദൃശ്യത്തിൻ്റെ അവിടുത്തെ പരിപാടി കഴിഞ്ഞാലാണ് നമുക്ക് അടുക്കളയിൽ കയറാൻ പറ്റുള്ളൂ. ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണ്ടേ. ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇന്ന് മേടിക്കാൻ പോയത്. ഇതെന്താ ഇങ്ങനെ ഇരിക്കണേന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഉരുളക്കിഴങ്ങാണ്. ഇങ്ങനെ തൊലി ഇങ്ങനെ പൊളിഞ്ഞ് 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 വന്നിരിക്കണേ ഉരുളക്കിഴങ്ങാണ്. അതാണ് കേട്ടോ. ചേട്ടൻ്റെ ഇവിടുത്തെ പണി കഴിഞ്ഞോ? ഓ അത്യാവശ്യം ചെയ്തില്ലോ. ചേച്ചി ആകെ ചെയ്യണമെന്ന് ഒരു കറി ഉണ്ടാക്കണം, അത് മാത്രമേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കുന്ന കറിയുടെ ടേസ്റ്റ് കൂട്ടി നിനക്ക് ചോറ് ഒരുപാട് തിന്നാൻ പറ്റുന്നില്ലേ? ഇല്ലേ? ഫസ്റ്റ് കറി ഉണ്ടാക്കിയാന്ന് വെള്ളക്കിരുന്നു. ഇപ്പൊ കറി ഉണ്ടാക്കുമ്പോ വരുന്നു പോകുന്നില്ല. ആണല്ലോ ആണല്ലോ. അതെ. ഇനി ഞാൻ ഉണ്ടാക്കുന്ന കറി കഴിക്കണ്ട. ഇല്ല ഇല്ല. അപ്പൊ നിനക്കുള്ള ചിക്കൻ കറി നീ ഉണ്ടാക്ക്. ഇതൊരു ബെറ്റായിട്ട് ഞാൻ ഏറ്റെടുക്കുവാണ്. അപ്പൊ നിനക്ക് ഏതാ ചട്ടി? ഇത് 2 ചിക്കൻ കറി. അപ്പൊ എങ്ങനെയാ അതിന്റെ ടേസ്റ്റ് നോക്കാം. നീ പറഞ്ഞിട്ട് പോണ. ഞാൻ ചോറെടുത്ത് അതിന്റെ തിക്കിടാൻ പോവാ. ബാക്കി പണി വെച്ചാല് കറി ഉണ്ടാക്കാനാ. ഇപ്പൊ അതിപ്പോ ഞാൻ ഉണ്ടാക്കാം. നീ ഉണ്ടാക്കാം അമ്മ ഇന്ന്? അതൊരു പണി കഴിച്ച് നിക്കാം. അല്ല നീ ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലോ. ഓക്കെ നീ ഉണ്ടാക്കുവോ? ഇപ്പൊ നമ്മൾ ചിക്കൻ കഴുകാൻ വെള്ളത്തിലിട്ടു. എന്നാ എണ്ണമയം പോണോക്കി. ഇതിവിടെ കിടന്ന് സെറ്റ് ആവട്ടെ. അപ്പത്തേനും നമുക്ക് സബോള കരുതി നമ്മൾ ഇഞ്ചി, സബോള, വെളുത്തുള്ളി, തക്കാളി നമ്മൾ എടുക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇത്ര സാധനങ്ങൾ നമ്മൾ അരിഞ്ഞിട്ട് വരാം. സവോള അരിഞ്ഞ് വെച്ചു, തക്കാളി അരിഞ്ഞു. ഈ പച്ചക്കറികളെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കുക കേട്ടോ. ഫ്രിഡ്ജിലേക്ക് വെക്കണം കാണിക്കണം ചേട്ടാ. അയ്യോ ഫ്രിഡ്ജിയുടെ ബാക്ക് ഫ്രിഡ്ജ് ഓരോന്നൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. മതിയോ? സന്തോഷായി? ഹാപ്പി? ഓൻ കാണിക്ക് ചിരിക്ക്. ഇതൊക്കെ നാളെ ഇടുവേ. അത്ഭുതം കേസ്, അത്ഭുതം. എപ്പോഴും കാണാൻ പറ്റുന്നതാണ് ചിന്നത്തെ പണിയെടുക്കുന്നത്. ചിക്കൻ കഴുകാൻ കേട്ടോ. സോപ്പ് അതിനോ? സോപ്പ് വരും. ഞാൻ പണി ചെയ്യില്ലെന്ന് എന്റെ നിന്റെ വയ്യ. ചിന്നും തടിച്ചു കഴിയും മോക്ക്. വെച്ചു അറിയില്ല. എന്തായാലും ബാക്കി കഴിയിട്ട് കാണിക്കാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ ചതക്കുകയാണ്. നമുക്ക് ഇങ്ങനെ മറ്റേ കല്ലിലിട്ടിടിച്ചിരിക്കുന്ന പോലത്തെ പാത്രമൊന്നും ഇല്ലാട്ടോ. അപ്പം നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചെടുക്കണം. അതിൽ വെളിച്ചെണ്ണ ഒഴിക്കും. പിന്നെ ചിന്നു പ്രത്യേകം ചിന്നുവിന് മൂട്ടിൽ ആൾ വേണം എല്ലാ പണിക്കും. ആളില്ലെങ്കിൽ ചിന്നുവിന് അത് പറ്റില്ല. ഒറ്റക്കൊരു ആള് ഇന്ന് ചെയ്യാൻ ചിന്നുവിന് പറ്റില്ല. ചിന്നുവിന് ഒപ്പം ആളിനെ വേണം. പിന്നെ എന്തിനാ നീ നമ്മുടെ അത് സെറ്റായി. നമ്മളെന്തെങ്കിലും പണി കുറച്ചുകൂടി വേണം. നമ്മളെന്തെങ്കിലും പണിക്ക് സഹായം ചോദിച്ചാല് ചേച്ചിക്ക് പറ്റില്ല. നിഴലുണ്ടാവും, ചെറിയ അടുക്കളയാണ്. അപ്പൊ അതിന്റെ അനുസരിച്ചുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഞങ്ങളുടെ സാധനം കാണിച്ചല്ലോ നമുക്ക് അടുക്കിടുകയാണ്. ഞാൻ അടുത്ത് കാണണേ. നമുക്ക് അടുക്കിട്ടു. നമ്മൾ ഒത്തിരി നാളെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് അല്ലേ? 2-3 വർഷമായോ? വർഷത്തെ ഞാൻ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ പോയപ്പോൾ അച്ഛൻ്റെ ഒന്ന് വീട്ടിൽ ഇട്ടു. പിന്നെ ഇവർ ഇവിടെ വീട്ടിൽ പോയപ്പോൾ ഇവിടെ ഇട്ടു. ഒരുമിച്ചിട്ട് കുറച്ചാലായി. ഇല്ല കെട്ടില്ല നമ്മള് ഇട്ട് നമ്മള് ലാത്തൊന്നും ഇട്ടില്ലേ? ലാത്തൊന്നല്ല പിന്നെ ഭോപ്പാൽ ഇട്ടില്ല നമ്മള്. ഭോപ്പാലുണ്ട്. ഭോപ്പാലിൽ നമ്മള് കോളിഫ്ലവർ ചിക്കൻ കറി മുട്ടയൊക്കെ ബജ്ജിയൊക്കെ ഉണ്ടാക്കണ. അല്ലാതെ കുക്കിംഗ് വീഡിയോ അങ്ങനെ ഒരു ഇതായിട്ട് നമ്മൾ ഇട്ടിട്ടില്ല. ഇത് കരിക്കിന്
പെട്ടെന്ന് ആയിക്കോളും. കരിഞ്ഞു പോയി ഗൈസ്. എവിടെയാ എക്സിക്യൂട്ടീവ് കുക്ക് രമ്യ വെച്ച വെളുത്തുള്ളി അങ്ങനെ കരിഞ്ഞു പോയിരിക്കുന്നു ഗൈസ്. അത് മൂത്ത് തന്നെ കരിഞ്ഞു പോയിട്ടു. ഞങ്ങളുടെ നാട്ടില് ആ സാധനം കരിഞ്ഞു പറയാ. വെളിച്ചം കിട്ടും. ഞങ്ങളുടെ നാട്ടില് കരിഞ്ഞു പറയാ. എവിടെയാ കരിഞ്ഞു പോയേക്കണത്? മോത്ത് ചോന്ന് വരുന്നത് വേറെ ഉണ്ട്, കരിഞ്ഞു പോയത് വേറെ ഉണ്ട്. നിങ്ങൾ നല്ല എല്ലാം തരംതിരിച്ചാണ്. ആ ഇപ്പൊ നാടിന് പറഞ്ഞാൽ മതിയേ. നാട്ടിലല്ല, സോറി, നമ്മൾ നാട്ടുകാരൊന്നും പറയണ്ട, നിന്റെ വീട്ടിൽ. ഓ ഇനി വീട്ടുകാരെ പറഞ്ഞാൽ മതിയേ. അതായത് കരിഞ്ഞു പോയിട്ടല്ല. എവിടെയാണ് ഞാൻ അവിടെ കരിഞ്ഞു പോയത്? ഇപ്പം സവാള മുകളിൽ കാണാൻ പറ്റുമോ? അപ്പൊ നമ്മൾ സവാള ഇങ്ങനെ ഇളക്കി 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 ബാക്കി പറ. നന്നായി മൂപ്പിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ഉപ്പ്, ഞാൻ ഉപ്പ് വെക്കണേ, ഉപ്പിട്ട് കൊടുക്കണം. ഫ്രിഡ്ജ് രാത്രി കക്കാൻ പോണ്ടോ? ആ ഉണ്ട്. കറിവേപ്പില കുറച്ചിട്ട് ഒരു ബാക്കിന്ന് പ്ലീസ്. കറിവേപ്പില കുറച്ചുണ്ടോ? ഇവിടെ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന പാർക്കിൽ ഇഷ്ടം പോലെ കറിവേപ്പില. ഇല്ല, രണ്ട് വലിയ കറിവേപ്പില മരം ഉണ്ട്. എല്ലാരും അവിടുന്ന് പറിക്കുന്നത്, ആരും കടയിൽ വേണ്ട, എല്ലാരും അവിടുന്ന് പറിക്കുന്നത്. 2 കറിവേപ്പില ആ ഒരു തല്ലാൻ നിൽക്കുമല്ലോ. ഞാൻ പോയി കറിവേപ്പില പറിച്ചിട്ടുണ്ടല്ലോ. നശിപ്പിച്ചിട്ട് കരിഞ്ഞ് വെച്ചിട്ട് ചിന്നു ചെയ്ത് വെച്ചാന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ ചെയ്ത് ചിന്നു ചിക്കൻ ഇട്ട് കഴിയുമ്പോൾ ഞാൻ പോയി പറിക്കാൻ പോകും. പറിക്കുന്നതിന് വീഡിയോയും ഇടുന്നതാണ്. ധൃതി ക്യാമറ സ്വന്തം ക്യാമറ എടുത്തിട്ട് എടുത്ത് പോവാ. ധൃതി ആ വഴിക്ക് പോയില്ല. ഇല്ല, എന്നിട്ട് ആദ്യത്തെ അടി എനിക്ക് നടക്കുന്ന മോളെ. ഇല്ല, ആദ്യത്തെ അടി ഒന്നുമില്ല. നീ ആ പാപ്പന്റെ ഗേറ്റിന്റെ അവിടെ നിന്ന് മതി. ഓക്കെ, എന്തിനെ? അപ്പൊ അവിടേക്ക് ആരും നല്ലല്ലോ, നീ നമ്മുടെ ഇതിന്റെ ഇതല്ലേ. നന്നായി മൂത്ത് വരട്ടെ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. അങ്ങനെ ഒരു കുപ്പി വെളിച്ചെണ്ണ തീർത്തിരിക്കുന്നു. അത്ഭുതകരമായി തീർത്തിരിക്കുന്നു. നിന്റെ നിഴൽ തന്നെ അതിലടിക്കുന്നത്. ഞാൻ വെളിച്ചത്തിന്റെ കയ്യാണത്. സൈഡിലൊക്കെ നീ കവർ ചെയ്യണത്. നീ മുൻപ് വരും സ്ഥലത്തിനകത്ത്. പിന്നെ എന്റെ ചേട്ടന് എന്തിനും ഒരു ന്യായീകരണം ഉള്ളത് കൊണ്ട് ന്യായീകരണ കമ്മിറ്റി ഇതാണ്. നോക്കില്ലല്ലോ. ഞങ്ങൾ ഇങ്ങനെ ഇടക്ക് അടി ഉണ്ടാക്കും. ഇടക്ക് ഭയങ്കര സ്നേഹം കൊടുക്കും. ഈ സ്നേഹം കളി പുതിയൊരു അടിയിലേക്കുള്ള സ്നേഹമാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ വഴക്കായിരുന്നു. മുട്ട വേണ്ടായിരുന്നു. ഡിവോഴ്സ് ചെയ്യാൻ പാകത്തിനുള്ള അടിയായിരുന്നു. ഞാൻ അടിയായിരുന്നു. മടുത്ത്. പിന്നെ ഞങ്ങൾ എന്താണ് ഉച്ചക്ക് മിണ്ടി ഉച്ച കഴിഞ്ഞ 3 വർക്കുണ്ടേ. അപ്പൊ ഇവൻ എല്ലായിടത്തും തല ഇറങ്ങി വീണ് കഴിഞ്ഞാൽ എനിക്കൊന്നും ലാംഗ്വേജ് അറിയില്ല. ഞാനിങ്ങനെ അവിടുന്ന് താപ്പോണം താഴോട്ട് പോയിട്ട് എനിക്ക് ലാംഗ്വേജ് അറിയില്ലേ. അപ്പൊ ഇവനെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏത് ലാംഗ്വേജ് പറഞ്ഞ എങ്ങനെ കൊണ്ടുപോകും? എനിക്ക് തന്നെ ഇവര് തൂക്കിയെടുത്തു. ഡോക്ടർ ഉണ്ട്, മാനേജർ ഉണ്ട്, ഒക്കെ ഉണ്ട്. അവര് കൊണ്ടുപോലോ ഡ്യൂട്ടി ടൈമിൽ അപകടം 5 ദിവസം കിട്ടും ചെയ്യും. അത് സ്വയം വരുത്തി വെക്കുന്നതല്ലേ. ആര് പറഞ്ഞു? അതെ, നമുക്ക് തൽക്കാലം ഇവിടെ വയ്ക്കാം. പാത്രം കഴുകാതെ എടുത്ത് വെച്ചേ. ചോർത്തവി അവിടെ കുത്തി 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 കുത്തിട്ട് നമ്മൾ തവി ചേഞ്ച് ചെയ്തിരിക്കുന്നു. വൃത്തിയില്ല. ന്യായീകരണ കമ്പനിയിലേക്ക് നിങ്ങൾക്ക് ഒരു മെമ്പറിന് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെയുണ്ട്. എന്തിനും ഏതിനും നിങ്ങൾ പോയി
ചൂടില്ല. ചൂട് വേണ്ട. ആ. ഞാൻ ചായ കളാം. ഇനി ഒന്ന് മാറ്റി കുറച്ച് പോയിട്ടെ. ഇതൊരു അടിയിലേക്ക് ആയേനെ. ചായപാത്രം ചിന്നു കഴിയുന്നതായിരിക്കും. പിന്നെ അല്ല ഒരു പാത്രം കഴിക്കുന്നു കറി ഉണ്ടാക്കി. ഇതിപ്പോ എന്തായാലും ഈ പാത്രം എന്തായാലും ഒരു 3 ദിവസത്തേക്ക് ഈ പാത്രം കഴിയൂല. കാരണം 3 ദിവസത്തേക്ക് ചിക്കനെ കൊണ്ടുപോകും. അപ്പൊ അത് കഴിക്കാൻ നടക്കൂല. ഞാൻ എടുക്കുന്ന പാത്രങ്ങൾ ഞാൻ കഴുകും. അപ്പൊ ആ പാത്രം ഈ പാത്രത്തിൽ നീ മാത്രം ഞാൻ ചായ കുടിക്കില്ല. അപ്പൊ ഞാൻ കുടിച്ചിട്ടില്ല. മോണ പറയുന്നത് എന്താ ഈ മോണ്ട വയ്ക്കാൻ മതി കേട്ടോ. ഇപ്പൊ നമ്മുടെ ഇത് മൂത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ കുറച്ച് എന്താണ് മുളക് പൊടി ഇച്ചിരി മതിയില്ലേ. പച്ചമുളക് ഇടുന്നില്ല കേട്ടോ. നമ്മൾ ഇച്ചിരി തീ കുറച്ച് വെക്കാം. ഈ ചട്ടി പെട്ടെന്ന് ഇതാവും. ചിക്കൻ മസാല, ചിക്കൻ മസാല കുറച്ച് ഇടുന്നോട്ടെ. ചിക്കനാ വെളുത്ത മസാല അല്ലല്ല അത്ര ഇട്ടാ മതി. എനിക്ക് മല്ലിപ്പൊടി ഒന്നും ഇഷ്ടമല്ല. മഞ്ഞപ്പൊടിയോ? മല്ലിപ്പൊടി ഞാൻ തുടക്കത്തിൽ ഇട്ടായിരുന്നു. ഇത് നന്നായി മൂപ്പിച്ചെടുക്കണം എനിക്ക്. ഇതിലേക്ക് കുറച്ച് കാശ്മീർ മുളക് പൊടി ഇടുവാണ്. ഇത് തീരാറായി. ചിക്കൻ മസാല പൊടി മേടിച്ച് ഇരിപ്പുണ്ട്, ജ്യൂസ് ഇരിപ്പുണ്ട്. അപ്പൊ ഇത് കാശ്മീർ മുളക് പൊടി കുറച്ചിട്ട് നന്നായി മൂക്കണം. ചെലപ്പ് ഇടാൻ വേണ്ടായിരുന്നോ രുചി? രുചി സൈഡിൽ നിന്നോ ഇവിടെ നിന്നോ? അതല്ല വെച്ചിട്ടു. ഈ കുപ്പിയിലെ വെളിച്ചെണ്ണ ഇച്ചിരി ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ നമ്മൾ ഒത്തിരി വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിലൊരു ഇച്ചിരി വീഴുള്ളൂ കണ്ടോ. നമ്മുടെ ഇത് ശരിക്കും തെളിച്ചുകൊണ്ടോടാ കറുത്ത് വന്നിട്ട് നല്ലതായിട്ട് നമ്മൾ മരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തക്കാളി ഇടും. വെട്ടി നുറുക്കി തക്കാളി ഇടുന്നു. തക്കാളിൻ്റെ അകത്ത് കിടന്ന് സെറ്റ് ആയിക്കോളും. ലേശം ഇച്ചിരി പഞ്ചസാര നമ്മൾ ഇടും കേട്ടോ. നമ്മുടെ ഒരു സീക്രട്ട് പോലെ നിങ്ങൾ അറിയിക്കണത്. ലേശായിട്ടിടുള്ളൂ പഞ്ചസാര. ഇനി ഇത് ഇവിടെ ഇരുന്ന് സെറ്റ് ആവും. അപ്പത്തേന് നമ്മൾ അതിനകത്ത് നമുക്ക് ചിക്കനോട് ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് പോവാം. അതിനകത്ത് ഉണ്ടായിരുന്ന ഇച്ചിരി വെള്ളമായിട്ട് നമ്മൾ ഒഴിച്ചത്. പിന്നെ ചിക്കനിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ഇറങ്ങൂലോ. പിന്നെ ചിക്കനിൽ നിന്നോട് വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് പിന്നെ ഈ പാത്രം ചെറുതായിട്ട് അടി പിടിക്കും. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കും ചെയ്യണം. അപ്പം നമ്മളിതിങ്ങനെ വെച്ചിട്ട് നമ്മൾ കറിവേപ്പില പറിക്കാൻ പോവാണ്. ഞാൻ വരണോ? വന്ന അവിടെ വന്നാൽ മതി. ഞാൻ പോയി പറിച്ചിട്ട് വരാം. ഇതിനൊക്കെ വെള്ളം ഇച്ചിരി ഇറങ്ങിയിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, സുന്ദരി ആയിട്ടുണ്ടല്ലോ. കുളിച്ചോ? അച്ചാർ കമ്പനി പോണവരെ പോലെ തോന്നട്ടോ. രോഗികളുള്ളൊരു കുഞ്ഞെ കുളിക്കാതെ കയറാൻ പറ്റും ഡ്യൂട്ടിക്ക്. രാവിലെ കുളിച്ചേ നൈറ്റ് ഡ്യൂട്ടിക്ക് കുളിക്കാതെ കയറിക്കാൻ ചേച്ചി നാണക്കേട്. ആയിക്കോട്ടെ.
ഹായ് ഗേഴ്സ്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തൊട്ട് വോയിസ് റെക്കോർഡ് കൊടുക്കുകയാണ്. കുറച്ചേ ഉള്ളൂ. കാരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് ഭയങ്കര പാട്ടുമേളായതുകൊണ്ട് നമ്മളങ്ങനെ ഇത് സൗണ്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ പറക്കിൽ കറിവേപ്പില പറിക്കാൻ പോയി. കുഴപ്പമൊന്നുമില്ല, എല്ലാവരും അവിടെ നിന്ന് തന്നെ പറിക്കണേ. അപ്പോൾ ഞാനും പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് കൈ എത്തല. താഴെയുള്ളതൊക്കെ ആൾക്കാർ പറിച്ചിട്ട് പിന്നെ മേലെയാണ് എനിക്ക് കൈ എത്തല. പിന്നെ ഞാൻ ത്രിജീനെ വിളിച്ചു. അപ്പോൾ ത്രിജി വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നു. അപ്പോൾ അവൻ വന്നിട്ട് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറയാം കൈ എത്തുള്ള പറിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറിച്ച് തന്നെ കേട്ടോ. അപ്പോൾ അവൻ പറിച്ചൊക്കെ തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു താഴെ അവിടെ ഒരു കൊമ്പ് കുഞ്ഞി 2 ഇല പറിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ നിന്ന് പറിക്കേണ്ട, മേലെ നിൻ്റെ കൈ എത്തൂലോ, അപ്പോൾ അതിൽ നിന്ന് പറിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ അതിൽ നിന്ന് പറിച്ചിട്ട് ഹൈറ്റ് ഉള്ളതുകൊണ്ട് നന്നായി. അപ്പോൾ അതിൽ നിന്ന് പറിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു കൊമ്പ് മതി, ഒത്തിരി പറിക്കേണ്ട, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറിച്ചാൽ മതിയില്ല, വെറുതെ വീട്ടിൽ കൊണ്ടുവന്ന് കൂട്ടി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു ചെറിയ പീസ് പറിച്ചപ്പോൾ അവനോട് പറയും നീ എന്നെ കൂടി കള്ളനാക്കിയില്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ ആരാ മോഷ്ടിച്ച്, ഞാനോ നീയോ എന്ന് വെച്ചാൽ പറഞ്ഞു നീ പിന്നെ പോണിടത്തൊക്കെ എന്നെ വിളിച്ച് കൊണ്ടുപോകുമല്ലോ എന്നൊക്കെ പറഞ്ഞു. രസമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കറിവേപ്പിലൊക്കെ പറിച്ച് തിരിച്ച് റൂമിലേക്ക് വരുവാണ്. അപ്പോൾ അവനെന്നെ എന്നോടിങ്ങനെ ഓരോന്നും പറയാം, നീയേ പറിക്കാൻ പോയി, നീ എന്നെ പറിക്കില്ലാണ്ടിരുന്ന നീ എന്നോട് പറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കറിവേപ്പിലൊക്കെ പറിച്ച് തിരിച്ചു വന്നു. അപ്പം അങ്ങനെ നമ്മൾ റൂമിലെത്തി. തണുപ്പുണ്ടല്ലേ? അപ്പോൾ കള്ളൻ്റെ മുഖം കാണിക്കും. ഇവനെ മറ്റേ മോഹൻലാലിൻ്റെ ഒരു സിനിമയില്ലേ ഓടിയ അതിലെ വേഷം പോലെ ഇത് ഇതാ മുണ്ടും ഒരു ഷർട്ട് നമ്മൾ കറിവേപ്പില പറിച്ച് പാത്രം കഴുകാത്തന്റെ കൊതി കുത്തി മാറിയിരിക്കണം. അല്ല ആരാണ് പാത്രം കഴുകാനോട് പറഞ്ഞു വെച്ചത്? ഞാൻ പോകുമ്പോഴേ പറയുന്നു വരണുണ്ടെങ്കിൽ ഇവിടുന്ന് പോകുന്ന മുമ്പേ പറഞ്ഞു. ഇത് ഫ്രഷ് നമുക്ക് ഈ കറിവേപ്പിലോട് ഇട്ട് കൊടുക്കാം. നൈസ് അടി കഴിഞ്ഞു കേസ്. ഒരു അടിക്കരിപ്പില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങാനുള്ളൂ. ശരിക്കും വെള്ളമൊക്കെ ഇറങ്ങി സെറ്റ് ആവട്ടെ. അത് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഇടയ്ക്ക് മങ്ങിപ്പോന്നേ നിന്റെ നീരായി വന്നിട്ട് ക്യാമറ അടിക്കും കേട്ടോ. ആണോ? ഇപ്പൊ ദ്രിജിത്ത് ചിക്കൻ വറുക്കാനുള്ള പരിപാടിയിലാണ്. ഇതിൽ നിന്ന് ആവി വരുന്നുണ്ട്, വെള്ളം തിളയ്ക്കണ സൗണ്ടൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയെന്ന് തോന്നുന്നു. യെസ്. നമ്മൾ എന്ത് ചെയ്യും? ക്യാമറ പിടിച്ചേ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. വലിയതായിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇതായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇളക്കി. ഇത് നമ്മൾ ഇതിനകത്ത് കുറച്ച് വെള്ളമോടി ഒഴിച്ച് സെറ്റാക്കും. നമ്മൾ പച്ചവെള്ളമാട്ടോ ഒഴിക്കണേ, ചൂടുവെള്ളമൊന്നുമല്ല. കയ്യിൽ ചെറിയതുണ്ട്, അതുകൊണ്ട് നമ്മൾ പച്ചവെള്ളം ഒഴിക്കുകയാണ്. അല്ല, ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി ഇത് വേവാവും. അപ്പൊ പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് ഒത്തിരി വെള്ളത്തിന്റെ ആവശ്യമില്ല. ഇത് പെട്ടെന്ന് കുറുകിക്കോളും. അങ്ങനെ ഒഴിക്കണ്ടേ ഒത്തിരി. നമ്മൾ അന്നേരം ഒത്തിരി വെള്ളം ഒഴിച്ച് വെള്ളത്തിൽ വേവിക്കുമ്പോൾ അപ്പോൾ ഒത്തിരി വെള്ളമായി പോകും, പുഴവെള്ളമായി പോകും. അപ്പോൾ ഇതാവുമ്പോൾ ആയിക്കോളും, സെറ്റ് ആയിക്കോളും. ഇനി ഇത് കുറുകി കഴിയുമ്പോൾ സെറ്റാവും. ഓക്കെ, അറിയില്ലാത്തൊക്കെ ചോദിക്കണം. അതാണ് പറഞ്ഞു തന്നെ. ഇപ്പൊ ദ്രിജി ചിക്കൻ വറുക്കാനുള്ള പരിപാടിയിലാണ്. നീ വെളിച്ചെണ്ണ ഒഴിക്കുവോ? കുരുമുളക് പൊടി ഇടോ? അപ്പോൾ ചിക്കൻ വറുക്കാനുള്ള ഇതിലാണ്. മുളക് പൊടിയുടെ കാശ്മീരി ടീലല്ലേ?
നമ്മുടെ ചിക്കൻ കറി ഇവിടെ കിടന്ന് സെറ്റ് ആവുന്നുണ്ട്. അവൻ ചിക്കൻ വറുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അവൻ പരിപാടി നടത്തട്ടെ. ധൃതി മുളകെല്ലാം പരട്ടി സെറ്റ്. സ്പീഡിൽ കുറച്ച് തുറന്നേ. മുളകൊക്കെ പരട്ടി ചിക്കൻ വറുക്കാനുള്ള. ഇവൻ കാശ്മീരി മുളക് കൂടി ഇട്ടിട്ടില്ല, അതാട്ടോ. ഓ, എനിക്ക് ഇച്ചിരി കളറൊക്കെ വേണം. എനിക്ക് ചുമ്മാ ഇങ്ങനെ വെളുത്തിരിക്കണം, എനിക്കിഷ്ടമല്ല. ഉപ്പ് രുചി കൊണ്ട് ഇങ്ങനെ ഉപ്പുണ്ടോ തൊട്ട് നോക്ക്. പിന്നെ അതില് വറക്കാനാ? ആ പാത്രത്തിൽ വറക്കരുത്. പിന്നെ അടുപ്പത്തെല്ലാം വെക്കട്ടെ കേട്ടോ. അത് നാല് പിഴിഞ്ഞൊഴിക്കുക. കറി സെറ്റായി. തടിച്ചു വെക്കും. ഞാനേ ഒരു മിനിറ്റ് ഞാൻ ചെരുപ്പ് ഇട്ടിട്ടോട്ടെ. തണുത്തിട്ട് കൊള്ളാം. ഞാൻ കറിവേപ്പിലൂടെ വെച്ചു. നിന്നെ പോലെയാണ് ഞാൻ. തണുപ്പത്ത് അടിച്ചേ. ഞാൻ പിഞ്ചു കുഞ്ഞ്. ഈ വർഷം സെപ്റ്റംബർ വയസ്സ് കഴിഞ്ഞു. 18. നീ എന്ത് വിചാരിച്ചു? ശൈശവഭാഗത്തുണ്ട് കേസെടുക്കും ഞാൻ. പ്ലീസ്. എൻ്റെ അപ്പനും അമ്മയൊക്കെ ജയിലിൽ പോകും. ധൃജി ഫുൾ സെറ്റപ്പ്. ചിക്കൻ മുറുക്കരയും മുളക് എടുത്ത് വെച്ചേക്കണം. വെളിച്ചം വേണം. മുളക് ആ വെളിച്ചത്തിന് ഇച്ചിരി സൈഡ് ഒതുങ്ങി. പച്ചമുളക് എന്നിട്ട് 2 നാരങ്ങയൊക്കെ എടുത്തേക്കണം. ആകെ 3 നാരങ്ങ ഉണ്ടായിരുന്നുള്ളൂ. സബോള, കറിവേപ്പില, ചിക്കൻ. കത്തി എന്തിനു വെച്ചാൽ കത്തി എടുക്കുന്നുണ്ട്. അത് ഇതായി. ഒന്ന് മാറിക്കോ. അല്ലേ കൈ കൊണ്ട് എടുത്തിരിച്ചു. അതാണ് ഒരു ഇത്. ആ ഒരു എനിക്ക് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ ഇല നോക്കിയത്. എണ്ണ നല്ലോണം തിളച്ച് അച്ഛനോട് തിളച്ച് അത് കൈ കൊണ്ട് കഴിഞ്ഞാൽ കൈ പോകും. എവിടെ മാതിരി പാട്ട് വെച്ചേക്കണേ? അവിടെ കല്യാണം. ഓ, ഇവിടെ അവിടെ വെച്ചേക്കണായിരിക്കും. ഇത് സെറ്റ് ആവട്ടെ. അപ്പത്തേനും എന്നാണ് എന്റെ ഇടയിലിരുന്നേ? ഓ, എന്റെ ദൈവമേ, പച്ചമുളക് 2 കഷ്ണം. എന്തായി രുചിത്? ഫസ്റ്റ് ഇതില് ഒത്തിരി ഉണ്ടായിരുന്നല്ലോ. ഇതിലിപ്പോ കുറച്ചുള്ളൂ. കഴിച്ചോ? ആകെ 2 ഇതിന്റെ പീസ് വന്നിട്ട് ഒത്തിരി നിന്നത്. പുളി കൂടി, ഉപ്പ് കുറവാ. പുളി കൂടി, ഉപ്പില്ല. ഉപ്പ് കുറവാ. ഈ കാലം എത്തിക്കാ ഒന്നോട് നോക്കട്ടെ. അതെന്നെയാണെന്നോ അത് തീർക്കാനുള്ളതല്ല. കഴിഞ്ഞോ? സാധനം കഴിഞ്ഞോന്ന് ഉപ്പ് നോക്കിപ്പോ ഇല്ല. ഉപ്പിടാനില്ല. അതൊക്കെ ചോറുണ്ട് വീട്. ചോറ് ഇവിടെ തിന്നണ തരാം. ഞങ്ങളെ ചോറ് റെഡിയായി. നമ്മുടെ കറി റെഡിയായി. 11 മണിയാവും ചെയ്തു.
സമയം 11 മണിയായി. ഫ്രിഡ്ജിൽ ചിക്കൻ. പക്ഷേ ഇതൊന്നും അല്ലാട്ട് ശരിക്കും പറഞ്ഞ കളറ് എൻ്റെ ക്യാമറയുടെ കുഴപ്പമാണ്. ദ്രിജിത്തിൻ്റെ നല്ല ഐഫോണാണ്, പക്ഷേ ദ്രിജി അടുത്ത സ്ഥലമില്ലാത്തതുകൊണ്ട് എടുക്കാത്തതാണ്. ഇപ്പിന് ഫോണിൽ മങ്ങൽ ടേസ്റ്റ് നോക്കുവാണ്. അപ്പോൾ ആദ്യം ഇച്ചിരി ഇതെടുക്കും, ഗ്രേവി എടുക്കും, എന്നിട്ട് ദ്രിജിയുടെ വറുത്തതിൻ്റെ ഇതെടുക്കും, സവോള എടുക്കും, പീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കും. അത് രണ്ടും ഇങ്ങനെ ഇളക്കി 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 കുഴപ്പമില്ല. അതിൽ കുറച്ച് ഉപ്പ് വേണമെങ്കിലും കുഴപ്പമില്ല. ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണ്ടോ? സബ്സ്ക്രൈബ്, തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടനോട് അമർത്തണം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ഇട്ട് അറിയിക്കണേ. പിന്നെ ഓക്കെ, ബൈ ബൈ, നാളെ കാണാം.